വാനും തന്റെ ഉറ്റ സുഹൃത്തും ഒരു നോവലിലേക്ക് കടന്നു വന്നതായി അവർ ഇരുവരും മനസ്സിലാക്കുന്നു. അതിലും ഞെട്ടിക്കുന്ന കാര്യം അവരിരുവരും സമ്പന്നരായ 2 ജോഡി സഹോദരന്മാരെ വിവാഹം കഴിച്ചു. പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ അവരെ ആദ്യ പ്രണയത്തിന് പകരമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇതറിയാവുന്ന പെൺകുട്ടികളാവട്ടെ പണവും സ്വർണവുമായി അവിടുന്ന് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. സമ്പത്തുമായി ഒളിച്ചോടിയാൽ അവർ പിടിക്കപ്പെട്ടാലോ എന്ന് കരുതി അവരുടെ ആദ്യ പ്രണയം തിരികെ വരുന്നതിന് മുൻപ് തന്നെ ഭർത്താക്കന്മാരെ സ്വന്തമാക്കാൻ പെൺകുട്ടികൾ തീരുമാനിക്കുന്നു. ആ ദിവസത്തിന് ശേഷം സ്ത്രീ തന്റെ ഭർത്താവ് വീട്ടിൽ വരുന്നതിനായി കാത്തിരിക്കുന്നു. യുവാവ് വീട്ടിലെത്തി എന്ന് ജോലിക്കാരി പറഞ്ഞപ്പോൾ ഉടനടി തന്നെ ഒരു വാട്ടർ ഗൺ ഉപയോഗിച്ച് നനയ്ക്കാൻ പെൺകുട്ടി ആവശ്യപ്പെടുന്നു. തുടർന്ന് അവൾ യുവാവിനെ കെട്ടിപ്പിടിക്കുന്നു. അവൾ വിജയകരമായി യുവാവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് കരുതുന്നു. ആ പുരുഷൻ അവളെ പെട്ടെന്ന് തന്നെ തള്ളിമാറ്റി അവിടെ നിന്ന് പോകുന്നു. വീട്ടിനകത്തെത്തി തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന യുവാവിനെ ശല്യം ചെയ്യാനായി അവൾ പുറകെ തന്നെ കൂടി. തന്റെ മുടി ഉണക്കിത്തരാൻ അയാളോട് അവൾ ആവശ്യപ്പെടുന്നു. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യുവാവ് അവളെ മടിയിലേക്ക് ഇരുത്തി കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ സമയം പെൺകുട്ടി വളരെയധികം പരിഭ്രാന്തിയിലായി. അവൾ ഇതിനു മുമ്പ് ഒരു യുവാവുമായി ഇത്രയും അടുത്തിടപഴകിയിട്ടില്ലായിരുന്നു. അവളുടെ ഭയം ശ്രദ്ധിച്ച യുവാവ് ആവട്ടെ അവളെ മേശയിലേക്ക് എടുത്തിരുത്തുന്നു. അവളെ കിസ് ചെയ്യാൻ പോവുകയാണെന്ന് കരുതി പെൺകുട്ടി കണ്ണുകൾ അടയ്ക്കുന്നു. എന്നാൽ അയാൾ മേശപ്പുറത്തിരിക്കുന്ന ഫയലുകൾ എടുത്ത് അവളെ അവഗണിക്കുന്നു. തന്നെ കളിയാക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയാവട്ടെ ദേഷ്യത്തോടെ അയാളുടെ മടിയിലേക്ക് കയറിയിരിക്കുന്നു. പക്ഷേ അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ അവൾക്ക് കഴിയില്ല എന്ന് പറയുന്നു. ഇത് പെൺകുട്ടിയെ വളരെയധികം ദേഷ്യപ്പിടിപ്പിക്കുന്നു. അവൾ അവനെ അവഗണിച്ചത് കൊണ്ട് തന്നെ അവൾ സുന്ദരിയല്ലേ എന്ന് സുഹൃത്തിനോട് ചോദിക്കുക വരെ ഉണ്ടായി. ആ പുരുഷന് അവളുടെ സൗന്ദര്യത്തെ എങ്ങനെ പുകഴ്ത്തണമെന്ന് അറിയില്ല എന്ന് അവളുടെ മുഖത്ത് നോക്കി തന്നെ ഉറ്റ സുഹൃത്ത് പറയുന്നു. ഈ സമയം ഉറ്റ സുഹൃത്തും തന്റെ ഭർത്താവിനെ കീഴടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്ന് പറയുന്നു. അവരുടെ ഭർത്താക്കന്മാർ തീരെ വിശ്വസനീയരല്ല എന്ന് അവർ ഇരുവർക്കും തോന്നുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവാമെന്ന് അവർ വിചാരിക്കുന്നു. ഭർത്താവിന്റെ കാമുകയെ ഭാര്യ നേരിടുന്ന ഒരു രംഗം അവർ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. എന്തായാലും അവരുടെ വീഡിയോ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വൈറലാവുന്നു. ഈ സന്തോഷം അവരൊരു ബാറിൽ പോയി ആഘോഷിക്കുന്നു. അവരുടെ അക്കൗണ്ടിൽ എങ്ങനെയൊക്കെ പണമുണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നും അവർ ഇരുവരും സംസാരിക്കുന്നു. എന്നിരുന്നാലും അവരുടെ ഭർത്താക്കന്മാർ ഇതേ ബാറിൽ തന്നെ മദ്യപിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അടുത്ത നിമിഷം അവളുടെ ഉറ്റ സുഹൃത്തിന്റെ ഭർത്താവ് അവളെ കണ്ടെത്തി അവളുടെ അടുത്തേക്ക് നടക്കുന്നു. ഉറ്റ സുഹൃത്തിനെ ഉടൻ തന്നെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ട പെൺകുട്ടിയാവട്ടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ നേരെ ചെന്ന് അവളുടെ ഭർത്താവിന്റെ ദേഹത്ത് തന്നെ ഇടിക്കുന്നു. അവൾ കരുതിയിരുന്നത് അവൾക്ക് ഹാലൂസിനേഷൻ സംഭവിച്ചു എന്നാണ്. തന്നെ ശാന്തമാക്കാൻ വേണ്ടി അവൾ 2 കൈകളും അവന്റെ കഴുത്തിലേക്ക് വെക്കുന്നു. എന്നാൽ യുവാവാവട്ടെ അവളുടെ വായിലേക്ക് ഒരു ഐസ് ക്യൂബ് വെച്ചു കൊടുക്കുന്നു. അവളാവട്ടെ അത് നേരെ യുവാവിന്റെ കഴുത്തിനടുത്തേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചെയ്യുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല.